നമ്മുടെ സിജു വിൽസന്റെ ഏറ്റവും പുതിയ സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഡോസ് എന്ന സിനിമ ഈ വരുന്ന ഏപ്രിൽ മാസം 24-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് വേൾഡ് വൈഡ്. തിരക്കഥ അതുപോലെ തന്നെ സംവിധാനമാക്കിയ പുതിയൊരു ഡെബ്യൂട്ട് ആയ ഒരു റൈറ്ററും അതുപോലെ തന്നെ ഡയറക്ടറുമാണ് അഭിലാഷ് ആണ്. ജഗദീഷ്, അശ്വിൻ കുമാർ, കൃഷ്ണ ശങ്കർ എന്നിവരൊക്കെ സിനിമയിൽ കാസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഗോപി സുന്ദറാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നമ്മുടെ സിജു വിൽസന്റെ ഡോസ് എന്ന മലയാള സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സൂര്യണ്ണന്റെ കറുപ്പ് സിനിമേന്റെ തന്നെയാണ്. പടം മെയ് 14-ാം തീയതിയാണ് റിലീസ് വേൾഡ് വൈഡ്. എന്തായാലും പടത്തിന്റെ മൂന്നാമത്തെ സിംഗിൾ പുറത്തു വരുന്നു എന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഈ ആഴ്ച. നമ്മുടെ പാൽ ഡബ്ബയൊക്കെയാണ് സിംഗ് ചെയ്യാൻ പോകുന്നത് സായി അഭ്യങ്കർ മ്യൂസിക് കമ്പോസിംഗില്. ആർ.ജെ. ബാലാജി സംവിധാനത്തിൽ വരുന്ന സിനിമയും കൂടി ഒരു മാസ് ആക്ഷൻ കൊമേഴ്ഷ്യൽ സിനിമ, നമ്മുടെ കറുപ്പ് എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും പടത്തിന്റെ ഓഡിയോ ലോഞ്ച് ഏപ്രിൽ ലാസ്റ്റ് വീക്ക് വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുക. അന്ന് തന്നെ സിനിമയുടെ ട്രെയിലറും റിലീസ് ചെയ്യുമെന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും മെയ് 14-ാം തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് റിലീസ്. ഇതുവരെയായിട്ട് പോസ്റ്റ്പോൺ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും അന്ന് തന്നെ റിലീസ് ചെയ്യട്ടെ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ഡക്യൂട്ട് എന്ന സിനിമേന്റെയാണ്. പടത്തിന് സെൻസർ ബോർഡ് UA+A സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തത്. എന്തായാലും നമ്മുടെ മുർണൽ താക്കൂറൊക്കെ അഭിനയിക്കുന്ന സിനിമയും കൂടിയാണ് നമ്മുടെ ഡക്യൂട്ട് എന്ന് പറഞ്ഞ സിനിമ. ഒരു ആക്ഷൻ അതുപോലെ തന്നെ ലവ് മാഡ്നസ് സിനിമയൊക്കെയാണിത്. എന്തായാലും ട്രെയിലർ ഇന്ന് വരുന്നുണ്ട്. ഇന്ന് ഉച്ചയോടെ പുറത്തിറങ്ങുമെന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് പടത്തിന്റെ ട്രെയിലറിനായിട്ട്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും സിനിമയുടെ പ്ലോട്ടിനെ കുറിച്ചൊക്കെ. എന്തായാലും പടത്തിന്റെ തമിഴ്നാട് റിലീസ് ആരാന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് പുതിയ പോസ്റ്ററിൽ. തിങ്ക് സ്റ്റുഡിയോസ് ആയിരിക്കും സിനിമയുടെ തമിഴ്നാട് റിലീസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക്. അടുത്ത അപ്ഡേറ്റ് MRX എന്ന സിനിമേന്റെയാണ്. നമ്മുടെ ആര്യ, ഗൗതം കാർത്തിക്, മഞ്ജു വാര്യർ, ശരത് കുമാർ എന്നിവർ അഭിനയിച്ച് വരാൻ പോകുന്ന ഒരു തമിഴ് സിനിമയാണ് MRX എന്ന് പറഞ്ഞ സിനിമ. പടം ഏപ്രിൽ മാസമാണ് റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മ്യൂസിക് ഒക്കെ ഡിബു നിനൻ തോമസ് ആണ്. കന എന്ന ഒരു സ്പോർട്സ് സിനിമേന്റെ മ്യൂസിക് കമ്പോസർ. ഡയറക്ഷൻ നമ്മുടെ മനു ആനന്ദ് ആണ് FIR സിനിമേന്റെ. ഒരു ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് MRX എന്ന് പറഞ്ഞ സിനിമ. ആര്യ നായകനാകുന്ന ഈ ഒരു സിനിമ. എന്തെങ്കിലും കാത്തിരിക്കുന്ന നമുക്ക് പടത്തിന്റെ ഏപ്രിൽ മാസം റിലീസിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് നൂറ് സാമി എന്ന സിനിമയുടെ ടീസർ അപ്ഡേറ്റ് തന്നെയാണ്. ഇന്ന് നമ്മുടെ വിജയ് ആന്റണിയുടെ നൂറ് സാമി എന്ന് പറഞ്ഞ തമിഴ് സിനിമയുടെ ടീസർ പുറത്തിറങ്ങാൻ പോവുകയാണ്. ഇന്ന് ഏപ്രിൽ മാസം 4-ാം തീയതി. ടൈം വ്യക്തമല്ല, എന്തായാലും ഇന്ന് പുറത്തിറങ്ങുന്നതാണ്. നമ്മുടെ ബാൽജി സിറമാണ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ഒരു ഡെബ്യൂട്ടായ മ്യൂസിക് ഡയറക്ടറാണ്. ഡയറക്ഷൻ നമ്മുടെ പിച്ചക്കാരൻ സിനിമയുടെ ഡയറക്ടറായ നമ്മുടെ സസിയാണ്. എന്തായാലും മെയ് മാസമാണ് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് നമ്മുടെ വിജയ് ആന്റണി നായകനായിട്ട് വരാൻ പോകുന്ന നൂറ് സാമി സിനിമയുടെ ടീസറിനായിട്ട് ഏപ്രിൽ 4-ാം തീയതി. അടുത്ത അപ്ഡേറ്റ് ഡിമോണ്ടി കോളനി എന്ന് പറയുന്ന തമിഴ് സിനിമേന്റെയാണ്. പടത്തിന്റെ മൂന്നാം ഭാഗത്തിന്റെ കംപ്ലീറ്റ് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടൊരു ടീസർ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു പോസ്റ്ററും പടത്തിന്റെ ഭാഗത്ത് നിന്ന്. നമ്മുടെ പ്രിയ ഭവാനി ശങ്കർ, അതുപോലെ തന്നെ ഗുരു സോമസുന്ദരൻ, അതുപോലെ തന്നെ നമ്മുടെ അരുളുതി എന്നിവരൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. സാം SC ആണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. ഡയറക്ഷൻ നമ്മുടെ അജയ് ഗണമുത്താണ്, നമ്മുടെ കോബ്ര സിനിമയുടെ. എന്തായാലും ഈ വർഷം സമ്മർ റിലീസ് തന്നെയാണ്. പോസ്റ്റ്പോൺ ഒന്നും ചെയ്തിട്ടില്ല. സമ്മർ റിലീസ് എന്നാണ് പുതിയ ടീസറിലും കാണാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് LIK സിനിമേന്റെയാണ്. നമ്മുടെ ലവ് ഇൻഷുറൻസ് കമ്പനി, നമ്മുടെ പ്രദീപ് രംഗാനാഥൻ, അതുപോലെ തന്നെ കീർത്തി ഷെട്ടി, SJ സൂര്യ, ഗൗരി കിഷൻ എന്നിവർ അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയാണ് LIK. പടത്തിന്റെ ട്രെയിലർ ഇന്ന് പുറത്തു വരാൻ പോവുകയാണ് വൈകുന്നേരം 5 മണിയോടെ. മ്യൂസിക് നമ്മുടെ അനിരുദ്ധാണ്. ഡയറക്ഷൻ നമ്മുടെ വിഘ്നേഷ് ശിവനാണ്. എന്തായാലും ഏപ്രിൽ 10-ാം തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് റിലീസ്. എന്തായാലും പടത്തിന്റെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. എന്തായാലും പടം ഏപ്രിൽ 10-ാം തീയതി തന്നെയാണ് വേൾഡ് വൈഡ് റിലീസ്. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് പടത്തിന്റെ റിലീസിനായിട്ട്. LIK സിനിമയിൽ സെൻസർ അപ്ഡേറ്റ് പറയാൻ മറന്നുപോയി. സിനിമയ്ക്ക് UA+A സർട്ടിഫിക്കറ്റ് ആണ് സെൻസർ ബോർഡ് കൊടുത്തത്. 2 മണിക്കൂർ 37 മിനിറ്റ് ആണ് സിനിമയുടെ ടോട്ടൽ റൺ ടൈം കാണാൻ സാധിക്കും നമ്മുടെ LIK സിനിമേന്റെ. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ടൊവിനോ തോമസ്, അതുപോലെ തന്നെ നമ്മുടെ പ്രശാന്ത് നീൽ, NTR സിനിമയിൽ നമ്മുടെ ടൊവിനോ തോമസ് ഇപ്പോൾ ഒഴിവായിരിക്കുകയാണ്. അദ്ദേഹത്തിന് ബിസി ആയ ഒരുപാട് ഷെഡ്യൂൾ കാരണം, അല്ലെങ്കിൽ സിനിമേന്റെ ഷൂട്ടിങ്ങിന് തിരക്ക് കാരണം അദ്ദേഹത്തിന് ആ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നില്ലെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതുപോലെ ടൊവിനോ തോമസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് റിവീൽ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ചട്ടമ്പി സിനിമേന്റെ പ്രൊമോഷന്റെ സമയത്ത്. എന്തായാലും അതൊരു നഷ്ടമാകുമോ എന്ന് കാത്തിരിക്കുന്ന ശേഷം നമുക്ക് നമ്മുടെ NTRന്റെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് റോളിനായിട്ടാണ് നമ്മുടെ ടൊവിനോ തോമസിനെ അപ്രോച്ച് ചെയ്തത്. ദൃഢം എന്ന് പറഞ്ഞ ഷൈൻ നിഗം സിനിമേന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് ഏപ്രിൽ 5-ാം തീയതി, നാളെ ഈസ്റ്റർ ദിനത്തിലെ രാത്രി 6 മണിക്ക് പുറത്തു വരാൻ പോവുകയാണ്. മാർട്ടിൻ ജോസഫ് ആണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു ഡെബ്യൂട്ടായ ഒരു ഡയറക്ടറാണ്. എന്തെങ്കിലും കാത്തിരിക്കുന്ന ശേഷം നമുക്ക് ദൃഢം എന്ന് പറഞ്ഞ ഷൈൻ നിഗം സിനിമേന്റെ ട്രെയിലറിനായിട്ട്. കൂടുതൽ സിനിമ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ടു ചാനൽ.